ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷം നിറഞ്ഞ ഈ നല്ല ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം. എല്ലാ ദിവസവും നമുക്ക് കൂടി വരാൻ കഴിയുന്ന ഈ നല്ല ഭാഗ്യത്തിനായി ദൈവത്തിന് മഹത്വം. മുടക്കങ്ങളില്ലാതെ രാവിലെയും വൈകുന്നേരവും 6:30 മണിക്ക്, രാവിലെ 6:30 വൈകുന്നേരം 6:30 മണിക്കും നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ചൈതന്യം വരുത്തുന്ന വചനം കേൾക്കാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ സുവർണാവസരത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെ ശുശ്രൂഷിക്കാൻ കർത്താവ് എനിക്ക് തന്ന അവസരം, ആരോഗ്യം, ആയുസ് എല്ലാറ്റിനായും നിറഞ്ഞ മനസ്സോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ആ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഒത്തിരിയും പേർ ഞങ്ങളെ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ഒരുപാട് പേർ ഞങ്ങളെ ആദ്യമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കായും ഞാൻ വന്ദനം ചൊല്ലുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് ഇതൊരു ഓൺലൈൻ മീറ്റിംഗ് ആണ്. 2 വർഷമായി ദൈവത്തിൻ്റെ കൃപയാൽ, 2 വർഷം കഴിഞ്ഞു, ഇത് മുടക്കങ്ങളില്ലാതെ കർത്താവിൻ്റെ കൃപയാൽ നടത്തി വരുന്നു. ദൈവത്തിൻ്റെ അസാധാരണമായ സാന്നിധ്യം ഒഴുകുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ദിവസവും കയറി ആ അഭിഷേകത്തിനകത്ത് തുടരുവാൻ ഇതിനകത്തുള്ളൊരു കൂട്ടം ജനത്തിന് ദൈവം ഭാഗ്യം നൽകിയിരിക്കുന്നു. ഇന്ന് താങ്കളെയും ദൈവം ആ ഭാഗ്യത്തിലേക്ക് കൂട്ടി വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും ആദ്യമായിട്ടൊക്കെ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ വീഡിയോയൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾ ഈ വചനം കേൾക്കുന്നത് പോലെ അനേക ജനങ്ങൾ കേൾക്കും. എന്തോരം മെസ്സേജുകളാണ് വരുന്നതെന്നറിയാമോ? ഓരോ വചനത്തിനകത്തുകൂടെ ദൈവം ജനത്തെ സൗഖ്യമാക്കിയതും വിടുവിച്ചതും സംസാരിച്ചതും ഇടപെട്ടതും അവരുടെ ജീവിതം മാറിയതും എല്ലാം ഒരുപാട് പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട്, ഒരുപാടുണ്ട്. അങ്ങനെ ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ ദൈവം ചെയ്യുന്നു. ഇതൊക്കെ 2 വർഷത്തിന് മുന്നേ നമ്മൾ കേട്ടൊരു ദൈവശബ്ദമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവശബ്ദം താങ്കൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ദൈവശബ്ദം കേട്ട് അതിനെ മുറുകെ പിടിച്ച് ആ ദൈവശബ്ദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കാത്തിരിക്കുന്ന, വിശ്വസിക്കുന്ന, പിറുപിറുക്കാത്ത ഒരു നല്ല മനസ്സും ഒരു സ്വഭാവവും നിങ്ങൾക്കുണ്ടെങ്കിൽ താങ്കൾ കേട്ട ദൈവശബ്ദം പ്രാബല്യത്തിൽ വന്നിരിക്കും. അത് എങ്ങനെ, അത് ഏതിലൂടെ, ഏത് വിധേന, ഇതൊന്നും ചോദിക്കരുത്, ഇതൊന്നും ചിന്തിക്കരുത്. ചോദിച്ചാൽ പാസ്റ്ററിനും അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ചോദിക്കരുതെന്ന് പറഞ്ഞത്. ഇന്നിവിടെ ഈ നടക്കുന്നതിൻ്റെയൊക്കെ പൂർണ്ണ ഉത്തരവാദിത്വം കർത്താവിൻ്റെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ പറഞ്ഞു തരാനേ അറിയാവുള്ളൂ. ദൈവശബ്ദം ഒത്തിരി ഉണ്ട്. ഇതും എല്ലാം കേട്ട ദൈവശബ്ദങ്ങളാണ്. ഈ പ്ലാറ്റ്ഫോമും ഈ കൂട്ടായ്മയൊക്കെ ഇതെങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ ഞാൻ മുഖം പൊത്തും, കണ്ണ് പൊത്തും, എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വഴി മാത്രം അറിയാവുന്ന പറഞ്ഞു തരാം. ഇത് യഹോവയാൽ സംഭവിച്ചു, അയ്യോ എൻ്റെ ദൃഷ്ടിക്ക് ആശ്ചര്യവുമായിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിക്ക് ആശ്ചര്യവുമായിരിക്കുന്നു. ഇതിനകത്ത് ഞാൻ ആരെ തട്ടി ഉണർത്തി ചോദിച്ചാലും നിങ്ങളും പറയും, പാസ്റ്റർ ഞങ്ങൾക്കും അറിഞ്ഞൂടെ എങ്ങനെ ഇതുവരെ എത്തിയെന്ന് ചോദിച്ചാൽ ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിക്ക് ആശ്ചര്യവുമായിരിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ദൃഷ്ടികളെ അതിശയപ്പെടുത്തുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. എനിക്കും നിങ്ങൾക്കും സർപ്രൈസ് തരുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. എന്നെയും നിന്നെയും മനസ്സിലാക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. എന്നെയും നിന്നെയും ഉപേക്ഷിക്കാത്തൊരു ദൈവം ഇന്നും ജീവിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും വികാരങ്ങൾ മാനിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ ദേവാദി ദേവൻ, കർത്താദി കർത്തൻ, പാതിനായിരങ്ങളിൽ ആദിശ്രേഷ്ഠൻ. അവൻ ദേവാദി ദേവൻ, കർത്താദി കർത്തൻ, പാതിനായിരങ്ങളിൽ ആദിശ്രേഷ്ഠൻ. അത്ര വിശ്വസ്തനാണ് ദൈവം. അതുകൊണ്ട് എനിക്ക് ഭയപ്പെടാനൊന്നുമില്ല. സമുദ്രങ്ങൾ
എൻ്റെ മീതെ ഉയർന്നാലും എനിക്ക് ഭയപ്പെടാനൊന്നുമില്ല. കാര്യം എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വകയാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വക. എൻ്റെ കൂടെ ചേർന്ന് പറയാൻ പറ്റുമോ? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വകയാണ്. അതുകൊണ്ട് എനിക്ക് ഭയപ്പെടാനൊന്നുമില്ല. അങ്ങനെ ഒരു സന്ദേശമാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. വളരെ വേഗം നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഒരിക്കൽ കൂടെ യൂട്യൂബിലും സൂമിലുമായി ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നമ്മുടെ പ്രയർ ഹാളിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങൾ ആ കാര്യത്തിൽ കൂട്ടായ്മ കാണിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കാരണം അതിൻ്റെ കാര്യങ്ങൾ എത്രയും വേഗത്തിൽ നമുക്ക് ക്രമീകരിക്കണം. ഇന്ന് മോർണിംഗിൽ ഒരു കൂട്ടർ വിളിച്ച് ചോദിച്ചു, എവിടെയാ മീറ്റിംഗ് നടക്കുന്നത്, അന്ന് അങ്ങോട്ടേക്ക് വരാനാ. നമുക്കതിന് കഴിയുന്നില്ല. കാരണം നമുക്ക് അങ്ങനെ ഫിസിക്കൽ ചേർച്ച് ഇല്ലാത്തതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട് ഈ ദിവസങ്ങളിലായി ഞാൻ വളരെ വിഷമം അനുഭവിക്കുന്നുണ്ട്. അപ്പം നമുക്കതിൻ്റെ കൺസ്ട്രക്ഷന് നിങ്ങളാൽ കഴിയുന്ന ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് നൽകിയാൽ നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം ദൈവം തരും. നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം ദൈവം തരും. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ എല്ലാ അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ മീറ്റിങ്ങിൻ്റെ അവസാനം ഞങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസും GPay നമ്പറും QR കോഡും എല്ലാം കാണിക്കും. പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കർത്താവ് നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം നൽകും, മാനിക്കും. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എടുക്കുകയാണ്. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ തിരുവചനം. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവൻ അല്ല. ഭയത്തെ എങ്ങനെ മറികടക്കാം? എങ്ങനെ ഭയമില്ലാതെ ജീവിക്കാം എന്നൊക്കെ നമ്മൾ ഒത്തിരി ചിന്തിക്കുകയും നമ്മൾ ഒത്തിരി റിസർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. കാരണം വചനം പറയുന്നു, ഭയത്തിൻ്റെ സ്വഭാവങ്ങളിലൊന്ന് അത് ദണ്ഡിപ്പിക്കുന്നതാണ്. അർത്ഥം എന്താണ്? ഭയത്തിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കറേജ് ആണ്, ധൈര്യം. ഭയത്തിൻ്റെ ഓപ്പോസിറ്റ് നിർഭയം അല്ലെങ്കിൽ ധൈര്യം, ധൈര്യത്വം. ഭയത്തിന് ദണ്ഡനം ഉണ്ട്, എന്നാൽ നീ ധൈര്യത്തോടെ ഇരുന്നാൽ പല കാര്യങ്ങളും സംഭവിക്കും. ധൈര്യം ഒരു മനുഷ്യനിലുള്ള ചെറുതെങ്കിലും വലുതെങ്കിലുമായിട്ടുള്ള സർവ നല്ല ഗുണങ്ങളെയും അവൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ശോഭിക്കാനും പ്രയോജനപ്പെടാനും സഹായിക്കുമ്പോൾ, ഭയം അവനിലുള്ളതിനെ കൂടെ കെട്ടി ബന്ധിച്ച് ഒതുക്കിക്കളയും. ധൈര്യം ഒരു മനുഷ്യനെ മറ്റൊരു വ്യക്തിയുടെ മുൻപിൽ കഴിവുറ്റവനും കരുത്തുറ്റവനുമാണ് എന്ന് സമ്മതിപ്പിക്കുമ്പോൾ, പരിചയപ്പെടുത്തുമ്പോൾ, ഭയം നിനക്കുള്ള ധൈര്യവും നിനക്കുള്ള കഴിവുകളും കൂടെ ഇല്ലാത്തവൻ, കഴിവില്ലാത്തവൻ, ധൈര്യമില്ലാത്തവൻ, പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തവൻ, ഭീരു എന്ന് നിന്നെക്കുറിച്ച് സമ്മതിപ്പിക്കുന്നു. ഒരു ശുശ്രൂഷയ്ക്കാണെങ്കിലും ഇന്റർവ്യൂവിനാണെങ്കിലും എക്സാമിനാണെങ്കിലും ഒരു സ്റ്റേജ് പെർഫോമൻസിനാണെങ്കിലും
ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്നതിനാണെങ്കിലും, ഒരു സെമിനാറിനാണെങ്കിലും, ഒരു പ്രീച്ചിങ്ങിലാണെങ്കിലും ഒരു വ്യക്തിക്ക് ധൈര്യം അല്ലെങ്കിൽ നിർഭയത്വം അവന്റെ മേൽ അനിവാര്യമാണ്. അതിന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, അതിന് നമ്മെ പ്രാപ്തനാക്കുന്ന ഒരു സ്നേഹത്തിന്റെ പകർച്ച ഇന്നും നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ്. ഭയത്തെ എങ്ങനെ പുറത്താക്കാം എന്നതിനെക്കുറിച്ച് വളരെ ആധികാരികമായി അനേക മോട്ടിവേഷൻ സ്പീച്ചുകൾ, മോട്ടിവേഷണൽ ടിപ്സുകൾ നമുക്ക് പല ഇടങ്ങളിൽ, പല മാധ്യമങ്ങളിൽ അവൈലബിൾ ആയിരിക്കുമ്പോൾ, വിശുദ്ധ വേദപുസ്തകം താങ്കൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഈ ഭയത്തിൽ നിന്നുള്ള സൗഖ്യം, ഭയത്തിൽ നിന്നുള്ള വിടുതൽ, അത് താൽക്കാലികമല്ല, അത് ശാശ്വതമാണ് എന്ന് വിശുദ്ധ വചനം പറയുന്നു. പുറത്താക്കി കളയുന്നു, പുറത്താക്കി കളയുന്നു എന്ന വചനം പറയുന്നത്. വചനം നിങ്ങളൊന്ന് വായിച്ചേ. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്നല്ല, പുറത്താക്കി കളയുന്നു. ഇന്ന് താങ്കൾക്ക് കഴിയാത്തതും താങ്കൾക്ക് വേണ്ട എന്ന് കരുതുന്നതുമാകുന്ന പലതും നിന്നെ വിട്ടു പോകാതിരിക്കുമ്പോൾ, നീ പുറത്താക്കി എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചാലും താങ്കളെ വിട്ടുപോകത്തില്ലെന്ന് പറഞ്ഞ് പലതും നിങ്ങളെ ചുറ്റിപ്പറ്റി, നിങ്ങളിൽ നിൽക്കുന്ന ഇട്ടാവട്ടത്തിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്ന് നിനക്കൊരു നല്ല കാലം വരുമ്പോൾ നിന്റെ മേൽ ചാടിക്കേറി നിന്റെ സകല നന്മകളെയും കെട്ടി ബന്ധിച്ച് ഒതുക്കിക്കളഞ്ഞിട്ട് നിന്നെ ആൾക്കാരുടെ മുമ്പിൽ വിലയില്ലാത്തവനാക്കുന്ന ഭയത്തിന്റെ ആത്മാവിനെ, ദണ്ഡിപ്പിക്കുന്ന ആത്മാവിനെ, നിന്നെ വേദനിപ്പിക്കുന്ന ആത്മാവിനെ സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ഇന്നതിനെ പുറത്താക്കുകയല്ല, പുറത്താക്കി കളയും. ഹല്ലേലൂയ. പുറത്താകുന്നതുകൊണ്ട്, പുറത്താക്കി കളയുന്നതുകൊണ്ട്. ക്ലാസ്സിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്റ്റുഡന്റിനെ ടീച്ചർ എന്താ ചെയ്യുക? വാർണിംഗ് ഒക്കെ കൊടുത്തിട്ട് അനുസരിച്ചില്ലെങ്കിൽ അവനെ പുറത്താക്കും. കാരണം നീ ഈ പീരീഡ് തീരുന്നവരെ ഇയാൾ പുറത്തിറങ്ങി നിൽക്കാൻ പറയും, പുറത്താക്കും. പക്ഷേ അവനെ എന്നേക്കുമായി ആ സ്കൂളിൽ നിന്ന് പുറത്താക്കി കളയുകയല്ല, നാളെ അവനെ വീണ്ടും അകത്ത് കയറ്റും, അല്ലെ അടുത്ത പീരീഡിൽ അവനെ അകത്ത് കയറ്റും. എന്നാൽ ആ സ്കൂളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു വ്യക്തി സംശയാസ്പദമായി കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ അവനെ പിടിച്ചതിന് ശേഷം അവനോട് നീ ഒരു പീരീഡ് ക്ലാസ്സിന് പുറത്ത് നിൽക്കുക എന്നല്ല പറയുന്നേ, അവനെ എല്ലാരും കൂടെ ചേർന്ന് പുറത്താക്കി കളഞ്ഞിട്ട് ഗേറ്റും ലോക്ക് ചെയ്യും. നാളെ അവൻ വന്നാലും ആ സ്കൂളിൽ പ്രവേശനമില്ല. കാര്യം മനസ്സിലായോ? നിന്നിലേക്ക് അഡ്മിഷൻ ഇല്ലാത്ത ചില സാധനങ്ങൾ നിന്നെ ചുറ്റിപ്പറ്റി നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ആ സ്പിരിറ്റ് നിങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എന്തെല്ലാം അനർത്ഥങ്ങളും ദോഷങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും വ്യസനങ്ങളും നിങ്ങൾക്ക് വരുത്താമോ അതൊക്കെ വരുത്തി നിങ്ങളെ സമൂഹത്തിലും നാട്ടിലും വീട്ടിലും ഓഫീസിലും ജീവിതത്തിലും കുടുംബത്തിലും വിലയില്ലാത്തവനാക്കി നിങ്ങളെ ആ അവസ്ഥയിൽ തളച്ചിട്ടിരിക്കുന്ന ഭയത്തിന്റെ ആത്മാവിനെ, ഒരു വ്യക്തിയോട് പോലും നിങ്ങളുടെ പേര് പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിങ്ങളുടെ അധരങ്ങളെ, നിങ്ങളുടെ ലിപ്പിനെ ലോക്ക് ചെയ്ത് കളയുന്ന ആ ഭയത്തിന്റെ ആത്മാവിനെ, ഒരു ഇന്റർവ്യൂവിന് പോയാലും അറിയാവുന്ന കാര്യങ്ങൾ പോലും വാക്ചാതുര്യത്തോടുകൂടെ പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാതെ നിന്റെ വിറപ്പിച്ചു നിർത്തുന്ന ഭയത്തിന്റെ ആത്മാവിനെ, നിന്റെ നീതിയും ന്യായവും പോലും ചില സഭയിൽ പറഞ്ഞു ഫലിപ്പിച്ച് നിനക്ക് നേടാനുള്ള നീതി നേടാൻ പോലും കഴിയാത്ത തരത്തിൽ സമയോചിതമായി നിന്നെ ഭയത്തിനകത്ത് തളയ്ക്കുന്ന, നിന്നെ വിറങ്ങലിപ്പിച്ച് നിർത്തുന്ന ഭയത്തിന്റെ ആത്മാവിനെ ഇന്ന് ദൈവ സ്നേഹം അതിനെ പുറത്താക്കുകയാണ്. In the name of Jesus. Amen. സ്നേഹത്തിൽ ഭയമില്ല. യോഹന്നാൻ ഇവിടെ പറയുന്ന ഭാഗം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം 13-ാമത്തെ വാക്യം, ഈ അധ്യായത്തിന്റെ തന്നെ 13-ാമത്തെ വാക്യം വായിച്ചാൽ അറിയാൻ പറ്റും, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു, അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അത് അറിയുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണം. അവൻ
എന്നിൽ, ഞാൻ അവനിൽ. ഈ വിരൽ നിങ്ങൾ നോക്കിയാൽ ഈ റിസ്റ്റ് പറയും ഞാൻ ഇവനിലും ഇവൻ എന്നിലുമാണെന്ന് പറയും. നിങ്ങൾക്കും അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം മോൾഡഡ് ആണ്, അതൊന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ളൊരു തുടർച്ചയാണ്. ഇതൊരു ഭാഗം അതൊരു ഭാഗം, ഇത് ഒന്ന് തന്നെയാണ്. ഇത് മാറിയിട്ടൊന്നില്ല, ഇതില്ലാതെ മറ്റൊന്നില്ല എന്നതുപോലെ അവൻ എന്നിലും ഞാൻ അവനിലും. നമുക്ക് പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഓ ഞാൻ കർത്താവിലും കർത്താവ് എന്നിലുമാണ്. പക്ഷേ അവന്റെ ആത്മാവിനെ തന്നതിനാൽ അറിയുന്നു എന്ന് പറയുമ്പോൾ അവന്റെ ആത്മാവിൽ ഭയമില്ല എന്ന് യോഹന്നാൻ പഠിപ്പിക്കുന്നു. അവന്റെ ആത്മാവിൽ ഭയമില്ലെന്ന് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു. പിന്നെ എവിടുന്ന് വരുന്നു ഈ ഭയം? പിന്നെ എവിടുന്ന് വരുന്നു ഈ സംശയം? പിന്നെ എവിടുന്ന് വരുന്നു ഈ ആശങ്ക? പിന്നെ എവിടുന്ന് വരുന്നു ഈ ഡിപ്രഷൻ? പിന്നെ എവിടുന്ന് വരുന്നു മനസ്സ് കൈവിട്ടു പോകുന്ന അവസ്ഥ? പിന്നെ എവിടുന്ന് വരുന്നു എനിക്ക് എന്നിൽ തന്നെ ഒരു വിശ്വാസമില്ലാത്ത അവസ്ഥ? പിന്നെ എവിടുന്ന് വരുന്നു ഈ ഉറക്കക്ഷീണം? പിന്നെ എവിടുന്ന് വരുന്നു ഈ പ്രാർത്ഥനയിലുള്ള മടുപ്പ്? അവൻ തന്ന ആത്മാവ് അവന്റേതാണ് എന്ന് പറയുന്നു. അവൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ തന്നതിനാൽ ഞാൻ അത് അറിയുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഈ വെളിപ്പാടുകളും നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അവന്റെ ആത്മാവിലാണ് നിങ്ങളെന്ന് നിങ്ങൾ ഉറയ്ക്കണം. ഇന്ന് നമ്മൾ കർത്താവിന്റെ ആത്മാവിനെ കൊണ്ട് ചില ഡീമൺസിനെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ എന്റെ വാക്കിൽ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇന്ന് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയുകയാണെങ്കിൽ സുഹൃത്തെ, ചിലത് നിന്റെ മനസ്സും ചിന്തകളും ശരീരവും വിട്ട് ജീവിതവും വിട്ട് എന്നേക്കുമായി പുറത്തു പോകാൻ പോവുക. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു. By this we know that we abide in him and he in us because he has given us of his spirit. നമുക്ക് ആവശ്യം, സുഹൃത്തെ ശ്രദ്ധിച്ചേ, എനിക്കും നിങ്ങൾക്കും ആവശ്യം ദൈവത്തിന്റെ ആത്മാവിനെയാണ്. ഇവിടെ ഭയം നിങ്ങളിൽ കൊണ്ടുവരുന്ന, ഫിയർ നിങ്ങളിൽ കൊണ്ടുവരുന്ന ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇതൊരു വരുത്തനാണ്. ഇത് വന്നതാണ്. ഇത് എന്നിലുള്ളതല്ല, ഇത് എന്റേതല്ല. പക്ഷേ ഇത് വന്നിട്ടുണ്ടെങ്കിൽ, ഈ സ്പിരിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ താങ്കളെ എയിം ചെയ്തായിരിക്കാം, താങ്കളുടെ മക്കളെ എയിം ചെയ്തായിരിക്കാം, താങ്കളുടെ കഴിവുകളെ എയിം ചെയ്തായിരിക്കാം. നിങ്ങൾക്കൊരു സത്യം അറിയോ, ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു അവസ്ഥയിൽ കഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ്. കാര്യം ഞാനൊരു പുരുഷനാ. എന്നാൽ നീ ഒരു പുരുഷനാണോടാ എന്ന് തോന്നുമാറ് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ എന്നെ ടീച്ചേഴ്സിന്റെ മുമ്പിലും സ്റ്റുഡൻസിന്റെ മുമ്പിലും ഓഡിയൻസിന്റെ മുമ്പിലും തികഞ്ഞ ഒരു ഭീരുവാക്കി നിർത്തിയ ഒരു വല്ലാത്ത അന്തരീക്ഷം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ അത്യാവശ്യം പാടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാന് യൂത്ത് ഫെസ്റ്റിവലിനും അതുപോലുള്ള പ്രോഗ്രാംസിനൊക്കെ ഞാൻ പേര് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡന്റാ. പക്ഷേ സ്റ്റേജിലേക്ക് കയറി നിൽക്കുമ്പോ ഞാന് ഈ ചിറാപ്പുഞ്ചിയിൽ എന്തോ നിൽക്കുന്ന പോലെ മഴ നനഞ്ഞ് ആകെ വിറങ്ങലിച്ച് പേടിച്ച് വിയർത്ത് വല്ലാത്ത അവസ്ഥ. അവസാനം പാട്ടിന്റെ ഈണമൊന്നായിട്ട് വാക്കുകൾ പോലും മനസ്സിലാകാത്ത നിലകളിൽ കരോക്കെ ഒരു വഴി പോവും, എന്റെ പാട്ട് വേറെ വഴി പോവും. ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്രയോ ദിവസങ്ങൾ ഞാൻ എന്നെ തന്നെ പഠിച്ചിരിക്കുന്നറിയാവോ? എനിക്ക് ഇന്നത്തെ ഈ സബ്ജക്ട് എടുത്തപ്പോൾ തന്നെ എനിക്കറിയാം ഇത് ഒരുപാട് പേർക്ക് ഇത് പാസ്റ്റേഴ്സ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ്, ഇത് പാസ്റ്റേഴ്സിന്റെ വൈഫ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ്, ഇത് വേർഷിപ്പ് ചെയ്യുന്നവര് കൊയറിൽ നിൽക്കുന്നവരൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ്, ഇത് ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ്, ഇത് വീട്ടമ്മ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ്, ഇത് മക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ്. ഭയം എന്ന് പറഞ്ഞാൽ അത് രണ്ട് വാക്കിലങ്ങ് തീരും. പക്ഷെ അവന്റെ വിഷം എന്ന് പറഞ്ഞാൽ പെരുവിരളിൽ നിന്ന് ഉള്ളം തലവരെ, ഈ ഉച്ചം തലവരെ പിടിക്കുന്ന നിലയിലുള്ള വിഷമാണ് ഭയത്തിന്റെ വിഷം. നമ്മളിന്ന് അതിനെ പുറത്താക്കാൻ പോവാ വേണ്ടേ? ഈ സ്പിരിറ്റ്
വല്ലാതെ എന്നെ അസ്വസ്ഥപ്പെടുത്തിയിരുന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഏറ്റവും നന്നായിട്ട് പഠിച്ചിട്ട് ഞാൻ നേരെ ചെന്ന് സാർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അയാളുടെ മുഖത്ത്, അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുമ്പോൾ എല്ലാം ഐസ് കട്ടയിൽ പെയിന്റ് അടിച്ച പോലെ എല്ലാം ഒലിച്ചങ്ങ് പോകും. ഇത് ചെറിയൊരു കാര്യമല്ല സുഹൃത്തെ. താങ്കൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല പല കാര്യങ്ങളും നടക്കാത്തെ. താങ്കളെ ദൈവത്തിന് വേണ്ടാത്തോണ്ടല്ല പല കാര്യങ്ങളും നടക്കാത്തെ. താങ്കൾക്ക് ഒന്ന് അറിഞ്ഞൂടെ, എനിക്ക് അറിഞ്ഞുകൂടാ. താങ്കൾക്കൊന്നും അറിയാത്തത് കൊണ്ടല്ല താങ്കൾക്കൊന്നും നടക്കാത്തെ. നിന്നിലൂടെ അത് നടക്കരുത്. അത് എക്സ് ഓർ വൈ എന്താണെങ്കിലും നിന്നിലൂടെ അത് നടക്കരുത്. അത് നീ ഇപ്പൊ ഒരു ചെടി നട്ടാലും അതിന്റെ അകത്തുനിന്ന് ഫലം പുറത്തു വന്നാൽ, അതൊന്ന് പൂവിട്ടാൽ, ഇത് ഇന്നയാള് നട്ടിട്ടാ കേട്ടോ എന്ന ഒരു പേര് പോലും നിനക്ക് കിട്ടരുത്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു തലമാണ് നിന്നെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് തോന്നുന്നത് എന്താ? ഞാൻ എന്തൊരു പൊട്ടനാ, ഞാൻ എന്തൊരു കഴിവില്ലാത്തവനാ, എന്നെ പോലെ തന്നെയല്ലേ അവന് പാടാൻ പറ്റിയില്ലേ, അവനൊക്കെ വരയ്ക്കാൻ പറ്റിയില്ലേ, അവന് ഡാൻസ് ചെയ്യാൻ പറ്റിയില്ലേ, അവന് പ്രസംഗിക്കാം. എനിക്ക് എന്നോട് വെറുപ്പ് തോന്നിപ്പിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സാധനം, സ്പിരിറ്റ് ഓഫ് ഫിയർ. അതുകൊണ്ടാണ് വചനത്തിൽ യോഹന്നാൻ പറയുന്നത് ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ. മോനെ, ദണ്ഡനം എന്ന് വെച്ചാൽ നിന്നെ എടുത്തിട്ട് ഇടിച്ച് ചെളുക്കുന്നല്ല അതിന്റെ അർത്ഥം. ദണ്ഡനം എന്ന് പറഞ്ഞാൽ നീ തന്നെ നിന്റെ ബുദ്ധിക്ക് കൊടുക്കുന്ന ദണ്ഡനം, നീ തന്നെ നിനക്ക് കൊടുക്കുന്ന ദണ്ഡനം, നീ തന്നെ നിന്റെ വികാരങ്ങൾക്ക് കൊടുക്കുന്ന ദണ്ഡനം. നിനക്ക് വന്ന അവസ്ഥ കൊണ്ട് താങ്കൾ തന്നെ താങ്കളുടെ ജീവിതത്തിന് കൊടുക്കുന്ന ഒരു ദണ്ഡനം കൂടെയാണ് ഈ ദണ്ഡനം. എന്നാൽ വിഷമിക്കാൻ വരട്ടെ, പരിഹാരമുണ്ട്. 13-ാമത്തെ വാക്യം പറയുന്നു, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. പ്രൈസ് ഗോഡ്. ഗിഫ്റ്റഡ് ആയ ഒരു വ്യക്തിയോടാണ് സുഹൃത്തെ ഈ പോരാട്ടം. വചനം വ്യക്തമായി പറയുന്നു, because he has given him and he in us, because he has given us of his spirit. അവന്റെ ആത്മാവിനെ എനിക്ക് തന്നതിനാൽ ഞാൻ അറിയും. ഗിവൺ എന്ന് പറഞ്ഞാൽ തന്നു കഴിഞ്ഞ കേസാ. ഗിവൺ എന്ന് പറഞ്ഞാൽ തന്നു കഴിഞ്ഞ കേസാ. പക്ഷേ അവന്റെ ആത്മാവിനെ തന്നു എന്ന് പറയുകയും ആ ആത്മാവിനെയും ആ ആത്മാവിന്റെ പ്രയോജനങ്ങളെയും ആ ആത്മാവിന്റെ ഫലത്തെയും എല്ലാം ഒതുക്കി കെട്ടിക്കൊണ്ട് മറ്റൊരു പേഴ്സണാലിറ്റി എന്നിൽ നിന്ന് കുക്കപ്പ് ചെയ്യുന്ന ഒരു വല്ലാത്ത തലമാണ് ഭയത്തിന്റെ തലം. മോസസിനോട് കർത്താവ് പറഞ്ഞ ഇതാണ്, നീ പ്രസംഗിക്കണം. മോസസ് എന്താ ചെയ്തേ? 3 പക്കം പുറകിലോട്ട് റിവേഴ്സ് ഇട്ടു. എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ ചോദിച്ചു, അതെന്താ പറ്റാത്തെ? നീ തന്നെയാണ് അവരുടെ മാർഗദർശിനി, നീ തന്നെയാണ് അവരുടെ വഴികാട്ടി. പറഞ്ഞു, പറ്റത്തില്ല കർത്താവേ, വേറെ എന്ത് പണി വേണേലും ചെയ്തോ, ഈ ജനത്തിന് ബിരിയാണി വെച്ചു കൊടുക്കാൻ ഞാൻ റെഡിയാണ്. ഈ 40-45 ലക്ഷത്തിന് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ബിരിയാണി വെച്ചു കൊടുക്കാൻ റെഡിയാണ്. പക്ഷേ നീ പറയുന്ന പരിപാടി ചെയ്യാൻ ഞാനില്ല. നിന്റെ വചനം പറയാൻ പറഞ്ഞല്ലോ, അതിന് ഞാനില്ല. കർത്താവ് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, എന്ത് കുറവാണ് നിനക്കുള്ളേ? ഞാൻ അങ്ങനെ പറയുക. കർത്താവ് ചോദിച്ചാൽ അത് തന്നെ, അല്ല എന്താ നിനക്ക് പറ്റാത്തെ? ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അല്ല എന്താ നിനക്ക് പറ്റാത്തെ? എന്താ നിന്റെ കുറവ്? എന്താ നിന്റെ സബ്ജക്റ്റ് എന്ന് ദൈവം നിന്നോട് ചോദിക്കുക. നീ എന്തോ പറയും? നിങ്ങൾ എന്തോ പറയും? അത് തന്നെ മോസസും പറഞ്ഞു, എനിക്ക് വിക്കുണ്ട്, എന്റെ നാവ് തടിച്ചതാണ്, എനിക്ക് വിക്കുണ്ട്, എനിക്ക് പറ്റത്തില്ല. മോസസേ, ഇത്രയും നല്ല സൗന്ദര്യം, ഇത്രയും നല്ലൊരു ആൾപ്പൊക്കം, ഇത്രയും നല്ലൊരു ശൗര്യമുള്ളൊരു മനുഷ്യൻ, ഒരു ആര് നോക്കിയാലും കുറവുകളില്ലാത്ത നല്ലൊരു ആൺ പിറന്നോൻ, പക്ഷേ
നിനക്കുള്ള ഒത്തിരി കഴിവുകളെ മാറ്റി നിർത്തിക്കൊണ്ട് നിന്റെ ഈ അസ്ഥിയില്ലാത്ത നാവിന്മേൽ നിനക്ക് അനുഭവിക്കുന്ന ഒരു ചെറിയ തടിപ്പിനെ നീ വലിയ കുറവായി എടുത്തു പറഞ്ഞാൽ വർഷങ്ങളിൽ വർഷങ്ങളോളം എന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന നിനക്ക് എങ്ങനെ പ്രയോജനപ്പെടാൻ കഴിയും? സുഹൃത്തെ, നിങ്ങൾ നോക്കുമ്പോൾ ഇനി ഒരുപാട് കുറവുകൾ കാണും. പക്ഷേ ഞാൻ എൻ്റെ കുറവുകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് അതിനേക്കാൾ 100 ഇരട്ടി കഴിവുകൾ ദൈവം എനിക്ക് തന്നിട്ടുള്ളതിനെ കാണാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ആ ഒരു കുറവ് ഞാൻ കണ്ടില്ല എന്ന് വെക്കുന്നതാണ്. എല്ലാ മനുഷ്യർക്കും കുറവുണ്ട് മോളെ, എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ട് മോനെ. ആരും തികഞ്ഞവരായിട്ടില്ല. എല്ലാവരും തികഞ്ഞവരാണെങ്കിൽ കർത്താവിന് ഈ ഭൂമിയിലേക്ക് വരേണ്ട കാര്യമില്ല. എല്ലാവരും തികഞ്ഞവരാണെങ്കിൽ ദൈവത്തിന് നമുക്ക് വേണ്ടി ഈ നിയമം ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാം അറിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോകണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഇവിടെ അങ്ങനെ നിയമം എഴുതി വെക്കണം. ഒരു ബൈബിൾ നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാം അറിയാമെങ്കിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞവരായിരിക്കണം. പക്ഷെ നമുക്ക് ഒരുപാട് കുറവുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവൻ നിയമങ്ങൾ ഈ ഭൂമിയിൽ തന്നിരിക്കുന്നത്. അതൊരിക്കലും നിന്റെ തിന്മയ്ക്കല്ല കേട്ടോ. ദൈവം തന്നിരിക്കുന്ന ഈ നിയമങ്ങൾ നിന്റെ തിന്മയ്ക്കല്ല കേട്ടോ. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പുസ്തകം നിന്നെ മുടിച്ചു കളവാനല്ല കേട്ടോ. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് നിന്നെ കണ്ടില്ല എന്ന് നടിച്ചത് കൊണ്ടല്ല കേട്ടോ. ദൈവം നിനക്ക് നിയമം തന്നിരിക്കുന്നത് ദുഷ്ടന്റെ നിയമങ്ങളെ ദൈവത്തിന്റെ നിയമങ്ങളാൽ ക്യാൻസൽ ചെയ്യാനാണ്. ആമേൻ. അപ്പൊ മോശ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റത്തില്ല കർത്താവ്, എന്നെ കൊണ്ട് പറ്റത്തില്ല. വൈ? ദൈവം ചോദിക്കുന്നു, വൈ കാന്റ് യു? എന്താണ് നിന്നിലെ കുറവ്? അതെന്റെ നാവ് തടിച്ചതാ മോനെ. ഈ അകത്ത് കിടക്കുന്ന അസ്ഥിയില്ലാത്ത ഈ ഒരു നാവിന്റെ തടിപ്പിനെ പ്രതി ജീവനുള്ള ദൈവത്തോട് പോലും എക്സ്ക്യൂസ് പറയുന്ന ഒരു സാധാ മനുഷ്യനായി മോസസ് മാറിയപ്പോൾ ദൈവം മോശെ ശാസിച്ചോ? ഇല്ല. പക്ഷെ പറഞ്ഞു, ഞാൻ നിന്റെ നാവോട്, നിങ്ങളെ വാക്ക് കേട്ടില്ല, ഞാൻ നിന്റെ നാവോട് കൂടിയിരിക്കും. കർത്താവിന് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞെങ്കിൽ കുറച്ചുകൂടെ പഞ്ചുണ്ടായിരുന്നു, ഇല്ലേ? എന്നാലല്ല. നിന്റെ കുറവ് നീ പറഞ്ഞില്ലേ നാവിലാന്ന്. നിന്റെ കുറവ്, നിന്റെ തടിപ്പ് നാവിലാന്ന് നീ പറഞ്ഞില്ലേ. അതുകൊണ്ടാ എനിക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് നീ പറഞ്ഞില്ലേ. ഇതാണ് എന്റെ കാരണം, ഇതാണ് എന്റെ പ്രശ്നം. ഈ ഒരൊറ്റ കാര്യം മാറിയാൽ എന്റെ ജീവിതം ഓക്കെ ആണെന്ന് നീ പറഞ്ഞില്ലേ. എന്നാൽ നിന്റെ ബലഹീനതകളോട് കൂടെ തന്നെ എന്റെ പ്രസൻസ് ഇരിക്കട്ടെ. നീ എവിടെയാണ് ചൂണ്ടിക്കാണിച്ച് ദൈവത്തോട് നീ പരിതാപം പറഞ്ഞത്? നീ എവിടെയാണ് ചൂണ്ടിക്കാണിച്ച് ദൈവത്തോട് വിഷമം പറഞ്ഞത്? നീ ആരെയാണ് ചൂണ്ടിക്കാണിച്ച് നിനക്ക് വേദന തരുന്നു എന്ന് പറഞ്ഞത്? നീ ഏതു മേഖലയാണ് ചൂണ്ടിക്കാണിച്ച് ഇവിടെ ഞാൻ തകർന്നു പോകുന്നു കർത്താവേ എന്ന് പറഞ്ഞത്? ആ മേഖലയോട് കൂടെ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നിരിക്കാൻ പോകുകയാണ്. അത് തകർത്ത് കളയാനല്ല, അത് മേലിൽ നിന്നെ അലട്ടാതിരിക്കാനാ. നാവിന്റെ കൂടെ ഇരുന്ന ദൈവം നാവ് കത്തിച്ച് കളഞ്ഞില്ല. നാവിന്റെ കൂടെ ഇരുന്ന ദൈവം നാവ് കത്തിച്ച് കളഞ്ഞില്ല. പൗലോസ് ലീഹായുടെ ശൂലത്തിന്റെ കൂടെ ഇരുന്ന ദൈവം ശൂലം ഒടിച്ചും കളഞ്ഞില്ല. ചില ശൂലങ്ങൾ ജീവിതത്തിൽ തന്നിരിക്കുന്നത് നീ ദൈവത്തെ മറന്നു പോകാതിരിക്കാനും കൂടെയാണ്. ചില തടിപ്പുകൾ, തടിപ്പിന്റെ അനുഭവങ്ങൾ, സ്വാതന്ത്ര്യമില്ലായ്മകൾ ജീവിതത്തിൽ തന്നിരിക്കുന്നത് ദൈവം നിനക്ക് വരുത്തിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഓർക്കാനാണ്. ചില കുറവുകൾ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നത് ദൈവം നിനക്ക് നൽകിയ നിറവുകളെ കുറിച്ച് ഓർത്ത് നീ ദൈവത്തെ പ്രൈസ് ചെയ്യാനാണ്. എല്ലാം തികഞ്ഞ മനുഷ്യരില്ല, 100-100 ഉള്ള മനുഷ്യരില്ല, കണ്ടാലുടൻ 5 സ്റ്റാർ അടിച്ചു വിട്ടുകൊടുക്കാൻ പറ്റുന്ന മനുഷ്യരില്ല. എല്ലാവർക്കും കുറവുകളുണ്ട്. അവൻ അവന്റെ ആത്മാവിനെ തന്നതിനാൽ അറിയുന്നു. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് നിങ്ങളെ തന്നെ വിധിക്കുന്ന വ്യക്തികളായിരിക്കാം. അതാണ് ഭയത്തിന്റെ പ്രവൃത്തി, ദണ്ഡനം. നിങ്ങളുടെ മനോവികാരങ്ങൾക്ക് മുറിവ് വരുത്തും ഭയം ഉണ്ടെങ്കിൽ. നിങ്ങളുടെ കഴിവുകളെ അത് സപ്രസ് ചെയ്ത് കളയും ഭയം ഉണ്ടെങ്കിൽ. നിങ്ങൾക്കൊരു സഭയെ പ്രാർത്ഥിക്കാനൊക്കത്തില്ല, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഒരു പോരാളിയായിരിക്കും, പക്ഷെ നിങ്ങൾക്കൊരു സഭയിൽ പ്രാർത്ഥിക്കാനൊക്കത്തില്ല.
നിങ്ങൾ ആരോടെങ്കിലും ഫോണിൽ സംസാരിക്കുമ്പോൾ വളരെ ഷാർപ്പായിട്ട് അവർക്ക് വചനം പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ നിനക്കൊരു സഭയിൽ എഴുന്നേറ്റ് നിന്ന് നിനക്കൊരു പ്രബോധനം നടത്താൻ പറ്റത്തില്ല. ഫിയർ, സ്പിരിറ്റ് ഓഫ് ഫിയർ, ഇന്ന് നീ അതിനെ പുറത്താക്കണം. എങ്ങനെ പറ്റും പാസ്റ്റർ? എങ്ങനെ പറ്റും ബ്രദർ? ഭയത്തെ എനിക്ക് എങ്ങനെ ജയിക്കാൻ പറ്റും? ത്രൂ ഹിസ് പവർ, ത്രൂ ഹിസ് സ്പിരിറ്റ്. ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് അതിനെ പുറത്താക്കുകയല്ല വേണ്ടേ, പുറത്താക്കി കളയണം. അങ്ങനെ വചനം ഇന്ന് വായിച്ച നമ്മൾ പുറത്താക്കുന്നു എന്നല്ല, പുറത്താക്കി കളയുന്നു എന്നാ പറയുന്നത്. പുറത്താക്കി കളയുന്നു, പുറത്താക്കി കളയുന്നു. ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മക്കളായിരിക്കാം ഈ അടിമത്തത്തിനകത്ത് കിടക്കുന്നത്. ഇതൊരു അടിമത്താണ്. നിങ്ങളുടെ മക്കളായിരിക്കാം ഈ അടിമത്തത്തിനകത്ത് കിടക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പ്രാർത്ഥനയിൽ ഇന്ന് ഭയത്തിന്റെ കെട്ട് മക്കളുടെ ജീവിതത്തിൽ നിന്ന് പൊട്ടാൻ പോവാ. എക്സാം എടുക്കുമ്പോൾ ഒരു വല്ലാത്ത ഭയം, ഒരു ഇന്റർവ്യൂ വരുമ്പോൾ ഒരു വല്ലാത്ത ഭയം, ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ ഒരു വല്ലാത്ത ഭയം, അതിലൂടെ പിന്നെ ഫീവർ, പിന്നെ മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ തുടങ്ങി ഒത്തിരി തകർച്ചകളിലേക്ക് നിന്നെ വല്ലാതെ വലയ്ക്കുന്ന ഭയത്തിന്റെ ആത്മാവിൽ നിന്ന് പുറത്തു വരിക. എങ്ങനെയാണ് പുറത്തു വരാൻ കഴിയുന്നത്? ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അവന്റെ ആത്മാവിനെ നമുക്ക് തന്നു എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ അവന്റെ ആത്മാവിനെ നമുക്ക് തന്നു എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് പറയുന്നു, എന്തൊക്കെ ആത്മാവിനെയാണ് എനിക്ക് തന്നത്? ഞാൻ ഈ വായിക്കുന്ന വചനത്തിനകത്ത് നിങ്ങളോടുള്ള പ്രവചന സന്ദേശമുണ്ട്. യോഹന്നാൻ ആത്മാവിനെ തന്നതിനാൽ അറിയാം എന്ന് പറഞ്ഞ് അവിടെ അങ്ങ് നിർത്തി. പക്ഷെ ആത്മാവിനെ കുറിച്ച് വളരെ ആഴമായി പഠിച്ച പൗലോസ് അവിടെ പറയുകയാണ്, എന്തിന്റെയൊക്കെ ആത്മാവാണ്? ഒന്ന്, ശക്തിയുടെ ആത്മാവ്, സ്നേഹത്തിന്റെ ആത്മാവ്, സുബോധത്തിന്റെ ആത്മാവ്. For God gave us a spirit not of fear but of power and love and self-control. ആത്മനിയന്ത്രണത്തിന്റെയും ആത്മസംയമനത്തിന്റെയും ആത്മാവിനെ. ആത്മാവ് എൻ്റെ മേൽ വന്നാൽ കേവലം എൻ്റെ ഭയം മാത്രമല്ല കൺട്രോൾ ആവുന്നേ. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ കേവലം എൻ്റെ ഭയം മാത്രമല്ല കൺട്രോൾ ആവുന്നേ. ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നിങ്ങൾ നൽകിയാൽ നിങ്ങളുടെ ആത്മാവ് പ്രാപിക്കുന്നതിന് മുന്നേ വരെ കെട്ടുപൊട്ടിയതുപോലെ അൺകൺട്രോൾ ആയിരുന്ന നിന്റെ സകല മേഖലകളും ദൈവിക ആത്മപരിധിക്കകത്ത് വന്നു നിൽക്കും. അത് നിങ്ങളുടെ സംസാര രീതിയാകട്ടെ, നിങ്ങളുടെ ശരീരഭാഷയാകട്ടെ, നിങ്ങളുടെ സ്വഭാവമാകട്ടെ, നിങ്ങളുടെ ചിന്തകളാകട്ടെ, നിങ്ങളുടെ ഇഷ്ടങ്ങളാകട്ടെ, നിങ്ങളുടെ ആരാധന ശൈലികളാകട്ടെ, ഇതിനകത്തെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ സകലതും നിയന്ത്രണ വിധേയമായി തീരും. ഏറ്റവും നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ വീടിനകം പോലും, നിന്റെ വീടിന്റെ അന്തരീക്ഷം പോലും പരിശുദ്ധാത്മ പരിധിക്കകത്തു നിൽക്കും. ദൈവാത്മാവുള്ളിടത്ത് ദൈവത്തിന്റെ ദൂതന്മാരും ഉണ്ട്. ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ നിയന്ത്രിക്കാൻ ദൈവത്തിന്റെ ദൂതന്മാർക്ക് ദൈവം കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവരെ സേവിക്കേണ്ട, അവർ നമ്മളെ കെയർ ചെയ്തോളും. ദൈവാത്മാവ് പ്രാപിക്കുമ്പോൾ ഒരു വ്യക്തി ചാടുകയും തുള്ളുകയും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും മാത്രമൊന്നും അല്ല ചെയ്യുന്നത്, അവൻ എക്സ്ട്രാ സൈലന്റ് മാറുകയും കൂടെ ചെയ്യുകയാണ്. ആമേൻ. അവൻ എക്സ്ട്രാ സൈലന്റ് ആയി കൂടെ മാറുകയാണ്. പക്ഷെ അവൻ സംസാരിക്കുന്നത് മുഴുവനും സ്വർഗത്തോടായിരിക്കും. അവൻ യാത്രയിലും അവൻ സംസാരിച്ചുകൊണ്ടിരിക്കും. അവനെ ഭയം അലട്ടത്തില്ല. അയ്യോ എന്റെ വണ്ടി തൊട്ടുവോ, അയാൾ വന്ന് ഇങ്ങോട്ട് മുട്ടുവോ, ഇയാൾ ഇങ്ങോട്ട് ചാടുവോ, പട്ടി കുറുകെ ചാടുവോ.
ചിലർക്ക് വണ്ടി എടുക്കുന്ന സമയം മുതൽ എത്തുന്ന സ്ഥലം വരെ അവരിങ്ങനെ വിറയ്ക്കും. വണ്ടിയല്ല വിറയ്ക്കുന്നത്, അവർ വിറയ്ക്കും. കാരണം എന്താ? അവരുടെ ഭയമാണ് ആ വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഭയമാണ് ആ വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വണ്ടി ചെന്ന് കൊണ്ട് എവിടെയെങ്കിലും വെച്ച് ഇറങ്ങി അല്ലാതെ അവരുടെ ചങ്കിടിപ്പ് കുറയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ പുറത്താക്കണം അതിനെ. എന്നാൽ ദൈവാത്മാവുള്ളൊരു മനുഷ്യന് ഭയപ്പെടാൻ സമയം ഉണ്ടാകത്തില്ല. അവൻ വാഹനം എടുത്താൽ ഉടൻ അവൻ ആത്മാവിന്റെ നിയന്ത്രണത്തിലായി തീരുകയാണ്. എന്ന് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു. ഈ നിലവാരങ്ങളിൽ ഭയം കൊണ്ട് ഹൃദയത്തിന്റെ മിടിപ്പ് പോലും അനിയന്ത്രിതമായി പോയ ചില വ്യക്തിത്വങ്ങളിലേക്ക് ഈ വചനത്തിന്റെ തീ കത്തി നീ സ്വതന്ത്രമാകുകയാണിപ്പോ. ആമേൻ, ഹല്ലേലൂയ. ആ നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ആത്മനിയന്ത്രണത്തിന്റെ പരിമിതിക്കകത്ത് കൊണ്ടുവരും. മാസം EMI അടയ്ക്കാനുള്ള സമയം വരുമ്പോ, ലോൺ എടുത്തതിന് EMI അടയ്ക്കാനുള്ള സമയം വരുമ്പോ, ഒരു EMI പേ ചെയ്ത് കഴിഞ്ഞ ഉടൻ അടുത്ത നെഞ്ചിടിപ്പ് തുടങ്ങും. കാരണം എന്താ? അടുത്ത 30 ദിവസം കഴിയുമ്പോൾ അടുത്ത EMI പേ ചെയ്യണം. എടോ, അതൊരു മിനിമം 5 ദിവസം പുറകിലോട്ട് കിടക്കുമ്പോൾ ഇടിച്ചാ പോരെ. അങ്ങനെയാണേ. പക്ഷെ ഒരു EMI പേ ചെയ്താലുടൻ, ഒരു ലോണ് പോയാലുടൻ അടുത്ത മാസത്തെ ലോണിനെ കുറിച്ച് ഓർത്ത് ഈ മാസം മുതൽ ടെൻഷൻ തുടങ്ങും, ഭയം. അത് സ്വാഭാവികമല്ല. അത് കടമുള്ളവർക്കേ അറിയുള്ളൂ. നിങ്ങൾ എന്റെ വീട്ടിലോട്ട് വാ, ഞാൻ കാണിച്ചു തരാം കാര്യങ്ങളൊക്കെ. ഹല്ലേലൂയ. ഞാൻ EMI പേ ചെയ്യുന്ന വ്യക്തിയാണ്, ഞാൻ ലോൺ അടയ്ക്കുന്ന വ്യക്തിയാണ്. പക്ഷേ എല്ലാം അവിടെ കൊടുത്തിട്ടാ ഓരോ മാസവും നിൽക്കുന്നത്. എല്ലാം അവിടെ കൊടുത്തിട്ടാ നിൽക്കുന്നത് ഓരോ മാസവും. പ്രൈസ് ഗാഡ്. അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? പറ്റും. പ്രൈസ് ഗാഡ്. കാരണം വിശ്വസ്തനായത് ദൈവം മാത്രമാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ അതിനെക്കുറിച്ച് അവെയറായിരിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ദൈവാത്മാവിന്റെ പരിധിക്കകത്ത് നിന്ന് നിങ്ങളെ മറ്റെന്തെങ്കിലും ഒന്ന് ദണ്ണിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അതേ ദൈവാത്മാവിനാൽ തിരിച്ചറിയണം. കാരണം ഭയം ഉള്ളിടത്ത് ദൈവത്തിന് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഭയത്തിന്റെ ആത്മാവ് വാഴുന്നിടത്ത് ദൈവത്തിന് ഒന്നും ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾ പറ, ഭയത്തിന്റെ ആത്മാവിനെയും വെച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് വരെ എന്തെങ്കിലും ഒന്ന് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. നിങ്ങൾ കംഫർട്ടബിൾ അല്ലാത്തതുപോലെ തന്നെയാണ് നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവും. നിങ്ങൾ ഭയത്തിൽ കൺട്രോൾ ആയിരുന്നാൽ, ഭയത്താൽ നിങ്ങൾ നിയന്ത്രിക്കപ്പെട്ടിരുന്നാൽ കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. കാര്യം നമ്മൾ ഭയങ്കര ആരാധനയായിരിക്കും, ഭയങ്കര പ്രവചനമായിരിക്കും, ഭയങ്കര ചാട്ടമായിരിക്കും. പക്ഷെ ദൈവാത്മാവിനെ കംഫർട്ടബിൾ ആയി പ്രവർത്തിക്കണമെങ്കിൽ നീ നിന്നെ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യണം. അതിന് ഭയത്തിന്റെ ആത്മാവിനെ നിന്റെ മുൻപിൽ നീ അമർത്തണം, നിന്റെ കാൽ കീഴിൽ നീ അമർത്തണം. അതാണ് വിശുദ്ധ വചനം പറയുന്നത്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞതുപോലെ ഭയം മാത്രമല്ല കൺട്രോൾ ആവുന്നത്. നിനക്ക് ശക്തിയില്ലാത്തത് കൊണ്ട് ഏതൊക്കെ മേഖലകൾ കുത്തഴിഞ്ഞതായിട്ട് കിടക്കുന്നോ ആ മേഖലകളെ എല്ലാം റീഅലോക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്വർഗീയ ശക്തിയാൽ ദൈവം നിന്നെ നിറയ്ക്കും. അത് ഫാമിലി ആകട്ടെ, മിനിസ്ട്രി ആകട്ടെ, പ്രയർ ലൈഫ് ആകട്ടെ, നമ്മുടെ ഏതൊക്കെ മേഖലകളാണ് അത് അലൈൻമെന്റ് തെറ്റിക്കിടക്കുന്നതെങ്കിലും അതിനെയൊക്കെ അലൈൻ ചെയ്ത് കൊണ്ടുവരാൻ ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ ലേശവും ഭയത്തിന്റെ ആത്മാവ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു അനുഭവത്തിൽ അല്ല നിങ്ങളെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഒരു ദാസന് 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ സുവിശേഷങ്ങൾ പറയുമ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണ്. ഒരേ സമയം ദൈവാത്മാവിനെയും ഒരേ സമയം സാത്താന്റെ ആത്മാവിനെയും നമുക്ക്
കൂടെ കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. അത് പരിശുദ്ധാത്മാവ് അനുവദിക്കത്തില്ല, കംഫർട്ടബിൾ ആകത്തില്ല. സ്തോത്രം. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഇവിടെ പവർ ഓഫ് ലവ് എന്നും പറയുന്നുണ്ട്, സെൽഫ് കൺട്രോൾ എന്നും പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ. സ്നേഹത്തിന്റെ ശക്തിയും ആത്മനിയന്ത്രണവും. ഈ ആത്മനിയന്ത്രണം എന്ന് പറയുന്നൊരു വലിയ സബ്ജക്റ്റാണ്. അപ്പൊ ഇപ്പൊ അതിലോട്ട് പോകാനുള്ള സമയം നമുക്കില്ല. 5 മിനിറ്റിനകത്ത് നമുക്ക് ഈ മെസ്സേജ് സ്റ്റോപ്പ് ചെയ്യണം. സോ നിങ്ങൾ കേട്ടെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് വരുന്ന സമയം സംഭവിക്കുന്ന കാര്യമാണ്, നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളും കൺട്രോൾ ഉള്ളതായി മാറും. അൺകൺട്രോളബിളായി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖല സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സ്വീകരിക്കേണ്ട ആത്മാവിനെ നിങ്ങളിന്ന് മനഃപൂർവ്വമായി സ്വീകരിക്കാൻ തയ്യാറാകുക. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേ. ഈ റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിലേക്ക്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല. നിങ്ങളൊന്ന് കേട്ടോ, ഭയം എന്നൊരൊറ്റ വാക്ക് വന്ന് ഒരു വ്യക്തിയുടെ മേൽ പതിച്ചാൽ ഇപ്പൊ എന്തൊക്കെ ആത്മാക്കൾ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഭയത്തിന്റെ ആത്മാവെന്ന് നമ്മൾ പറഞ്ഞു നിർത്തി. തിമോത്തിയോസിന് പൗലോസ് എഴുതിയപ്പോ പറഞ്ഞു അത് ഭീരുത്വത്തിന്റെ ആത്മാവാണെന്ന്. റോമർക്ക് ലേഖനം എഴുതിയപ്പോ പൗലോസ് പറഞ്ഞു ദാസ്യത്വത്തിന്റെ ആത്മാവും കൂടെയാണ് ഈ ഭയത്വം. സുഹൃത്തെ, നിനക്ക് ഒരിടത്തും സുപ്പീരിയർ ലെവലിൽ നിനക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല ഭയത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ. പോട്ടെ, സുപ്പീരിയർ ലെവലൊക്കെ മാറി നിൽക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ പോലും നിങ്ങൾക്കൊരു ഭാര്യ പദവി ഉണ്ടെങ്കിൽ, ഒരു ഭർത്തൃ പദവി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മക്കൾ പദവി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു അമ്മായി അച്ഛൻ പദവി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പാസ്റ്റർ പദവി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പാസ്റ്റർ വൈഫ് പദവി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രൊഫറ്റ് പദവി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഓഫീസർ പദവി ഉണ്ടെങ്കിൽ, സുഹൃത്തെ, നിന്നെ ആ പൊസിഷനിൽ അറിയപ്പെടാൻ അനുവദിക്കുകയില്ല. കാരണം ദാസ്യത്വത്തിന്റെ ആത്മാവായി ഈ ഭീരുത്വത്തിന്റെ ആത്മാവ് വർക്ക് ചെയ്യും. ദാസ്യത്വത്തിന്റെ ആത്മാവായി ഈ ഭയത്തിന്റെ ആത്മാവ് വർക്ക് ചെയ്യും. അപ്പൊ നീ എപ്പോഴും കീഴ്പ്പെട്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു നല്ല നിങ്ങളൊരു CI ആണെങ്കിലും കോൺസ്റ്റബിൾ വന്ന് നിങ്ങളെ ഭരിക്കുന്നതിന് സമമായി മാറും. ഇപ്പൊ പിടികിട്ടി കാണും. നിങ്ങളിപ്പോ CI ആണെങ്കിലും കോൺസ്റ്റബിൾ വന്ന് ഇരിക്കണോ അവിടെ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഈ CI പദവിയുള്ള ആൾക്ക് വരും. ഇപ്പൊ പിടികിട്ടി കാണുമല്ലോ. എന്തായാലും നമ്മൾ പറഞ്ഞാൽ അനുസരിക്കേണ്ട വ്യക്തികൾ പോലും അനുസരിക്കാതെ അവൻ പറയുന്നത് നമ്മൾ അനുസരിക്കേണ്ട അവസ്ഥ വരും. നമ്മൾ ഇരിക്കണം അവിടെ എന്ന് പറഞ്ഞാൽ ഇരിക്കേണ്ടവൻ അവൻ നമ്മളോട് പറയും നീ ഇരിക്കണം അവിടെ എന്ന് പറയും. നമ്മൾ ഇരിക്കേണ്ടി വരും. ദാസ്യത്വത്തിന്റെ ആത്മാവ് നിനക്കൊരിക്കലും ദാസ്യത്വത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ പൂർണ്ണ പരമാധികാരത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും പ്രവേശിക്കാൻ കഴിയുകയില്ല. നമ്മളത് കുടഞ്ഞ് പൊട്ടിച്ച് ദൂരെ എറിഞ്ഞു കളഞ്ഞല്ലാതെ നമുക്ക് ആ മേഖലയിൽ, കാരണം ദാസ്യത്വത്തിന്റെ ആത്മാവ് എപ്പോഴും നിങ്ങളിലുള്ള ആ സുപ്പീരിയർ പവറിനെ സപ്രസ് ചെയ്യും. നിങ്ങളിലുള്ള സുപ്പീരിയർ അതോറിറ്റിയെ മറയ്ക്കും. നിങ്ങളിലുള്ള ഡിവൈൻ പവറിനെ അത് ഫ്രീസ് ചെയ്യും. കാര്യം എന്താ? നമ്മൾ അതിന് ഇടം കൊടുത്തിരിക്കുക. ആ സ്പിരിറ്റ് ഓഫ് ഫിയറിന് നമ്മൾ ഇടം കൊടുത്തിരിക്കുകയാണ്. നിങ്ങളിലുള്ള ഡിവൈൻ കൺട്രോളിനെ ബാൻ ചെയ്യും. പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, അങ്ങനെ ബ്രേക്കായി കിടക്കുന്ന, അങ്ങനെ കണക്ഷൻ കട്ടായി കിടക്കുന്ന, അങ്ങനത്തെ ഡിവൈൻ കൺട്രോളിലും ഡിവൈൻ പവറിലും ആ ഡിവിനിറ്റിയിലും എല്ലാം ജീവിച്ചു കൊണ്ടിരുന്ന ചിലരുടെ ജീവിതത്തിൽ ആ സ്വർഗീയ അനുഭവം ദൈവം ഇന്ന് റിസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. പ്രൈസ് ടു ജീസസ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ലേ?
നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്. അതിനു മുമ്പേ 14-ാമത്തെ വാക്യവും നിങ്ങളൊന്ന് വായിച്ചേ. 14-ാമത്തെ വാക്യം, ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. മോളെ, ഞാൻ നിന്നോടൊന്ന് ചോദിച്ചു കേട്ടെ, മോനെ നിന്നോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദൈവാത്മാവിൽ നടക്കാൻ ആഗ്രഹമുണ്ട്? നമുക്ക് ആർക്കും സാത്താന്റെ മക്കളാകാൻ ആഗ്രഹമില്ല, ആർക്കും ഇല്ല. ഈ സെക്കൻഡ് വരെ പോലും എന്നെ പിശാചൊന്ന് നിയന്ത്രിച്ചെങ്കിൽ എന്നൊരു ചിന്ത പോലും നമുക്കില്ല. എന്നെ സാത്താൻ നിയന്ത്രിക്കല്ലേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷെ പലപ്പോഴും അവന്റെ നിയന്ത്രണം നമ്മിൽ ഉണ്ടാകുന്നു എങ്കിൽ നാം ഇതിനെ ഒരു ചെറിയ കാര്യമായി കണ്ടുകൂടാ, വലിയ കാര്യമായി കാണും. കാരണം പൗലോസ് പറയും, നടത്തുന്ന ഒരു ആത്മാവുണ്ട്, നടത്തുന്ന ആത്മാവുണ്ട്. നിന്റെ കാര്യങ്ങൾ പലതും മുടങ്ങിക്കിടക്കുകയായിരിക്കാം. ശ്രദ്ധിച്ചേ, നമ്മുടെ കാര്യങ്ങൾ പലതും മുടങ്ങിക്കിടക്കുകയായിരിക്കാം, നമ്മുടെ കാര്യങ്ങൾക്കകത്ത് തീർപ്പില്ലാതെ കിടക്കുകയായിരിക്കാം. പക്ഷെ നമ്മൾ ചികിത്സിക്കേണ്ട ഇടം വേറെയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരാളുമായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹത്തിനൊരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കാലിലെല്ലാം നീരാണ്, വെരിക്കോസും ഉണ്ട്. അപ്പൊ കാലിലെല്ലാം അദ്ദേഹം ഒത്തിരി പണിയെടുക്കുന്ന ആളല്ല, എന്നാൽ തീരെ പണി ചെയ്യാത്ത ആളുമല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കാലില് അകാരണമായി നീര് വന്നു. അയ്യോ, ഇനിയിപ്പം കിഡ്നി ഫെയിലിയർ ആയി കാണുമോ, മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കോ, ഇനി കാലെവിടെയെങ്കിലും മുട്ടിക്കാണോ, ആ കാലിൽ എന്തെങ്കിലും പ്രശ്നം കാണുമോ, ഇനിയിപ്പോ ഷുഗർ കൂടിയിട്ടായിരിക്കും. ഇയാൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോ അറിവുള്ള ഒരു ഡോക്ടറെ അടുത്ത് എന്ന് ചോദിച്ചു, ഡോക്ടർ, എന്റെ കാല് മുഴുവൻ നീരാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും രോഗിയാണോ? അല്ലല്ല, ഞാൻ രോഗിയൊന്നും അല്ല, എനിക്ക് വെരിക്കോസിന്റെ പ്രശ്നമുണ്ട്, പക്ഷെ ഞാൻ അതിനുള്ള സ്റ്റോക്കിങ്സ് ഒക്കെ ഇടുന്നുണ്ട്, പക്ഷേ അകാരണമായി എന്റെ കാലിൽ നീരിറങ്ങുന്നു. ഇപ്പൊ ഡോക്ടർ എടുത്ത വായിക്ക് പറഞ്ഞു, നിങ്ങളുടെ ഹേർട്ടിൽ നിന്നുള്ള പമ്പിങ് കൃത്യമായിട്ട് നിങ്ങളുടെ കാലിലേക്ക് എത്താത്തത് കൊണ്ടാണ് നിങ്ങളുടെ കാലിൽ നീര് വരുന്നത്. നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇദ്ദേഹം കുറച്ച് സിംറ്റംസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടറെ, എനിക്ക് ഹേർട്ടിന് ചെറിയൊരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു, ചികിത്സ നടത്തിക്കൊണ്ടിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് അതിന്റെ ചികിത്സ ചെയ്യുന്നില്ല, വേറെ ചില ബുദ്ധിമുട്ടുകളും ഉണ്ട്. എടോ, ഹേർട്ട് ഇരിക്കുന്നത് ഇവിടെ, കാല് കിടക്കുന്ന താഴെ. കാലും ഹേർട്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. അതാ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചികിത്സ കാലിലിട്ട് കുത്തുകയും തിരുമുകയും തടവുകയും ചൂട് പിടിക്കുകയും ഒക്കെ ചെയ്യുക, പക്ഷെ പ്രശ്നം കിടക്കുന്നത് അങ്ങ് മേളില. ഇവിടുത്തെ ഒഴുക്ക് കറക്റ്റ് ആക, ഇവിടുന്നുള്ള പമ്പിങ് ആ മനുഷ്യന് ഈ ഒരു കാല് വലത് കാലിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുന്നില്ല. അതുകൊണ്ടാണ് ആ മനുഷ്യന്റെ കാല് മുഴുവൻ നീര്. ഇത് അറിവുള്ള ഡോക്ടർ പറഞ്ഞു, ഇയാളെ പ്രശ്നം കാലിലല്ല, ഇയാളെ പ്രശ്നം ഹേർട്ടിലാണ്, ഇയാളുടെ പ്രശ്നം ഹൃദയഭാഗത്തായിരിക്കുന്നേ. പ്രശ്നം കിടക്കുന്നത് ഹൃദയഭാഗത്താ. നമ്മൾ ഹൃദയഭാഗം ക്ലീൻ ചെയ്യാതെ, അവിടെ പോയി കാര്യം കണ്ടുപിടിക്കാതെ ഇവിടത്തെ നീര് മാറാൻ പോണില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, നമ്മുടെ പ്രശ്നം കിടക്കുന്നത് എവിടാ, നമ്മൾ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടാ. പ്രൈസ് ടു ജീസസ്. ഞാൻ എത്ര പറഞ്ഞ നിർത്തുക. ദൈവാത്മാവ് നടത്തുന്ന ഏവരും. അപ്പൊ നമുക്ക് നടത്താൻ ശക്തനായ ഒരു ദൈവമുണ്ട്. കാര്യങ്ങൾക്ക് ഇതുവരെ തീർപ്പായില്ല, പ്രശ്നങ്ങൾക്ക് ഇതുവരെ മറുപടി കിട്ടിയില്ല, പ്രതിസന്ധികൾക്ക് മാറ്റം വന്നില്ല, ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണത കിട്ടിയില്ല, എല്ലാം ശരിയാ. പക്ഷേ നടത്തുന്ന ഒരാത്മാവുണ്ട്. ഇപ്പൊ നിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താന്നുള്ളത് മാത്രം തിരിച്ചറിഞ്ഞാൽ, ഇതുപോലെ ഹൃദയ ഭാഗത്ത് കയറി കാര്യം നീ സെറ്റിൽ ചെയ്യാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിനൊരു ബ്രേക്ക് ത്രൂ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവാ. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ദൈവമക്കളെ, നിന്റെ ആത്മാവിന് ഒരു സത്യം അറിയാം. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിനറിയാവുന്നതിനേക്കാൾ വലിയൊരു സത്യം, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ദൈവത്തിന് എന്നെ വേണമെന്നും എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നും ദൈവത്തിൻ്റെ ആത്മാവിന് അറിയാമെന്ന് പരിശുദ്ധാത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. എന്നാൽ
ഈ സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ തന്നെ ദാസ്യത്വത്തിന്റെ ആത്മാവായി രൂപം മാറുന്ന, ഭീരുത്വത്തിന്റെ ആത്മാവായി ചില സമയം പ്രവർത്തിക്കുന്ന, ഭയത്തിന്റെ ആത്മാവായി ചില സമയം വെളിപ്പെടുന്ന ഈ സ്പിരിറ്റ് ഓഫ് ഫിയർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൊട്ടിപ്പോയെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ ഒരു മേൽഗതി ഉണ്ടാകത്തുള്ളൂ. നാം ഇന്ന് അതിനെ തകർക്കാൻ പോവുകയാണ്. ഏത് കാര്യമായിക്കോട്ടെ, ഏതൊരു കാര്യമായിക്കോട്ടെ, ഭയം നിന്നെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവം അതിനെ അഴിച്ച് നിന്നെ സ്വതന്ത്രമാക്കാൻ പോവുക. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ച് നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. ചില കാരണങ്ങളായിരിക്കാം നിന്നെ ഭയത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. രാത്രിയിൽ ഭയം, ഒറ്റയ്ക്ക് കിടക്കാൻ ഭയം, ഉറങ്ങാൻ ഭയം, ഒറ്റയ്ക്ക് പുറത്ത് പോകാൻ ഭയം, ഒരു ഫോൺ റിങ് ചെയ്താൽ തന്നെ ഭയം, ആരെങ്കിലും ഒന്ന് ഉച്ചത്തിൽ വിളിച്ചാൽ ഭയം. ആകെ മൊത്തം ഭയം നിയന്ത്രിക്കുന്ന നിന്റെ ജീവിതത്തെ ഇന്ന് പരിശുദ്ധാത്മാവ് ഹീൽ ചെയ്യാൻ പോവുകയാണ്. ഈ ഭയത്താൽ ചില രോഗങ്ങൾ വന്ന വ്യക്തികൾ കൂടെ ഇപ്പോൾ സൗഖ്യമാവാൻ പോവുക. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ച് In the name of Jesus. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് നിന്നെ ഭയമില്ലാതെ ജീവിക്കാൻ സഹായിക്കുന്ന കർത്താവുണ്ട്. ഈ സെക്കൻഡിൽ നിനക്കൊരു വിടുതൽ ആവശ്യമാണ്. കാരണം നാളെക്കുറിച്ച് നീ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ, നാളെക്കുറിച്ച് നീ ആകുലതയിൽ ജീവിക്കുമ്പോൾ, നാളത്തെ സുദിനം നിനക്ക് കാണാൻ പോലും നിന്നെ അനുവദിക്കാത്ത തരത്തിൽ നിന്റെ കണ്ണു പൊത്തിക്കളയുന്ന ഭയത്തിന്റെ ആത്മാവിനെ ഇന്ന് നീ അഭിഷേകത്താൽ ഡീൽ ചെയ്യണം. ചിലരുടെ മേലിൽ നിന്ന് സ്വർഗം അത് അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഭയത്തിന്റെ ആത്മാവ് നിയന്ത്രിക്കുന്നവരുടെ മേൽ നിന്ന് സ്വർഗം അത് അഴിച്ചു മാറ്റുന്നു. ഈ സെക്കൻഡിൽ അതിന്മേലൊരു ദൈവിക നിയന്ത്രണം ഉണ്ടാകുകയാണ്. ഈ സെക്കൻഡിൽ ഒരു ഡെലിവറൻസ് നടക്കുകയാണ്. ചിലരുടെ മേൽ നിന്ന് ഭയത്തിന്റെ ആത്മാവ് കെട്ടഴിഞ്ഞു മാറുകയാണ്. ടെൻഷന്റെ ആത്മാവിനെ എല്ലാം ദൈവം ക്യാൻസൽ ചെയ്യുകയാണ്. ആ ടെൻഷന്റെ ആത്മാവിനെ എല്ലാം ദൈവം ക്യാൻസൽ ചെയ്യട്ടെ. ഈ സെക്കൻഡിൽ അത് സംഭവിക്കുന്നു. ഭയവും അതിന്റെ ബൈ പ്രോഡക്റ്റും എല്ലാം നിന്റെ ജീവിതത്തിൽ നിന്ന് കത്തട്ടെ. കത്തിമാറട്ടെ. ഞങ്ങളെ യൂട്യൂബിൽ കാണുന്നവരുടെ മേലും ആ ദൈവിക സൗഖ്യങ്ങൾ സംഭവിക്കുന്നു. ദൈവിക സൗഖ്യം, ദൈവിക വിടുതൽ right now. Ho rasa keboro lekebos letabos in deremahazi in Jesus name. ഒരു സ്വർഗീയ അഗ്നി. Yes, power of Holy Ghost, power. സ്വർഗീയ വിടുതൽ നിന്നെ വരിഞ്ഞ് മുറുകി വെച്ച് ജീവിതത്തിന്റെ വിജയത്തിന്റെ എല്ലാ നിമിഷങ്ങളെയും കാണാൻ അനുവദിക്കാതെ തകർച്ചയ്ക്കകത്ത് നിന്നെ ആക്കിയിട്ടിരിക്കുന്ന സകല അശുദ്ധാരൂപികളുടെ ഫൈറ്റും നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം തകർക്കുന്നു. ഫയർ കർത്താവ് ഇവരുടെ മേൽ ദൈവസാന്നിധ്യം ചലിക്കുന്നതിനായി നന്ദി പറയും. കർത്താവ് ഇവർക്ക് കൊടുത്ത വിടുതലിനായി സ്തോത്രം. ഇത് ദൈവാത്മാവ് ഈ ജനത്തെ ശക്തീകരിച്ചുവല്ലോ. ഇവരുടെ മേലുള്ള എല്ലാ ഭയത്തിന്റെ ആത്മാവിനെ അവിടുന്ന് ശാസിച്ചുവല്ലോ. എല്ലാ രോഗബന്ധനങ്ങളെയും അവിടുന്ന് അറുത്തു കളഞ്ഞുവല്ലോ. കർത്താവേ, നിന്റെ സാന്നിധ്യം ഈ ജനത്തിന്റെ മേൽ വർദ്ധിപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവശക്തി
ഇവരുടെ മേൽ ആവസിക്കുന്നതിനായി നന്ദി. ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച വചനത്തിനായി നന്ദി. ഈ വചനം ഞങ്ങളെ സ്വതന്ത്രമാക്കിയതിനായി സ്തോത്രം. മഹത്വം മുഴുവനും അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ഗാഡ്. ദൈവജനമേ, ദിവസവും രാവിലെ 6:30 മണിക്കും വൈകിട്ട് 6:30 മണിക്കും ഇതുപോലെ നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം കേൾക്കാനുള്ള അവസരമുണ്ട്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റൊരു വ്യക്തി കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും 2 നേരം നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വളരെ നല്ലൊരു അവസരം ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ദിവസവും നടക്കുന്ന ഈ മീറ്റിങ്ങിൽ നിങ്ങൾ മുടങ്ങാതെ പങ്കെടുക്കുകയും ചെയ്യുക. കർത്താവ് പ്രേരിപ്പിക്കുന്നവർ ഞങ്ങളുടെ പ്രെയർ ഹാളിന് വേണ്ടി നിങ്ങൾ സംഭാവനകൾ നൽകുക. അതിനുള്ള അക്കൗണ്ടും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് ഈ കാണിച്ചേക്കുന്നത്. നമുക്ക് കർത്താവ് ഏറ്റവും മനോഹരമായ ഒരു നിലയിൽ ആ ഒരു ആവശ്യം പരിശുദ്ധാത്മാവ് നടത്തി തരേണ്ടതിന്, നമുക്ക് കർത്താവിൻ്റെ രാജ്യത്തോടുകൂടെ ചേർന്ന് നിൽക്കേണ്ടതിന് നമ്മളാൽ കഴിയുന്ന സംഭാവനകൾ നിശ്ചയമായിട്ടും ചെയ്യാൻ നിങ്ങളെല്ലാവരും ആർജവം കാണിച്ചാട്ടെ. ഒപ്പം പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്താട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത സകല ജനത്തോടും, കർത്താവ് കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തോടും സകല വിശുദ്ധന്മാരോടുകൂടെയും ഇന്നും എന്നും അരിമനാഥൻ്റെ മടങ്ങി വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.